ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യം. അവൻ കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. നാം ഉറച്ചു മനസ്സിലാക്കേണ്ട ഒരു സത്യം, നാം നല്ല ആരോഗ്യത്തോടെ ജീവിക്കണമെന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നതിൽ കർത്താവിന് സന്തോഷമുണ്ടെന്ന് സംഖ്യാപുസ്തകം 24-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു. രോഗത്തിലോ കഷ്ടപ്പാടിലോ അവൻ സന്തോഷിക്കുന്നില്ല, മറിച്ച് തൻ്റെ മക്കളുടെ ക്ഷേമത്തിലാണ് അവൻ സന്തോഷിക്കുന്നത്. യേശു മലയിൽ നിന്നിറങ്ങുമ്പോൾ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ അവനെ സമീപിച്ച് അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് പറഞ്ഞു. ഒരു മടിയും കൂടാതെ യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകുക എന്ന് പറഞ്ഞു. തൽക്ഷണം ആ മനുഷ്യൻ സുഖപ്പെട്ടു. ഇന്നും മിക്ക ആളുകളും യേശുവിൻ്റെ സൗഖ്യമാക്കാനുള്ള ശക്തിയിൽ വിശ്വസിക്കുന്നു. അവർ അവൻ്റെ ശക്തി അംഗീകരിക്കുന്നു, പക്ഷേ സംശയത്തോടെ പോരാടുന്നു. ഞാൻ സൗഖ്യമാകണമെന്നത് ദൈവഹിതമാണോ? എൻ്റെ കുറവുകൾക്കിടയിലും അവൻ എന്നെ സുഖപ്പെടുത്തുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ സൗഖ്യമാകണമെന്ന് ദൈവഹിതമാണോ? എൻ്റെ കുറവുകൾക്കിടയിൽ അവൻ എന്നെ സുഖപ്പെടുത്തുമോ? ഈ രോഗം ഒരു ശിക്ഷയാണോ? അതോ ഞാൻ അത് സഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്നെല്ലാം വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു. ഈ സംശയങ്ങൾക്ക് കർത്താവിൻ്റെ ഉത്തരം എന്താണ്? എനിക്ക് മനസ്സുണ്ട്, ശുദ്ധീകരിക്കപ്പെടുക, എപ്പോഴും സുഖപ്പെടുത്തുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് അവൻ്റെ ഇഷ്ടം. ഒന്നാമതായി ഈ സത്യം നമ്മുടെ ഹൃദയങ്ങളിൽ നാം ഉറപ്പിക്കണം. ദൈവം തൻ്റെ മക്കൾക്ക് രോഗം ആഗ്രഹിക്കുന്നില്ല. നാം അവനിൽ വസിക്കുകയും അവൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മുടെ ആത്മാവിനും ശരീരത്തിനും പൂർണ്ണ സംരക്ഷണം നൽകുന്നു. ബൈബിൾ പ്രഖ്യാപിക്കുന്നു, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറങ്കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പൽപ്പറക്കുന്ന അസ്ത്രത്തെയും ഇട്ടിസഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല എന്ന്. ഇത് സങ്കീർത്തനം 91-ാം അധ്യായം 4, 5, 6, 10 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ദൈവിക ആരോഗ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ദൈവത്തിൻ്റെ ഉറപ്പാണ് ഈ സങ്കീർത്തനം. അവൻ നിങ്ങളുടെ ബലഹീനതകളും രോഗങ്ങളും ഇതിനകം ക്രൂശിൽ വഹിച്ചുവെന്നത് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വാഗ്ദാനങ്ങൾ മുറുകെ പിടിക്കുക. അവൻ ഇതിനകം സഹിച്ചത് നിങ്ങൾ വഹിക്കേണ്ടത് ആവശ്യമില്ല. ദൈവമക്കളെ, നിങ്ങൾ അവൻ്റെ അടുക്കൽ വരുമ്പോൾ രോഗശാന്തിക്കോ വിടുതലിനോ പുനഃസ്ഥാപനത്തിനോ ആകട്ടെ, അവൻ നിങ്ങളെ ഒരിക്കലും പിന്തിരിപ്പിക്കില്ല. അവൻ്റെ പ്രതികരണം എപ്പോഴും ഒന്നു തന്നെയാണ്, എനിക്ക് മനസ്സുണ്ട്. അവൻ്റെ ദിവ്യസ്പർശനം സ്വീകരിക്കുക, നിങ്ങൾ തീർച്ചയായും സൗഖ്യം പ്രാപിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി 11-ാം അധ്യായം 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ആവർത്തനം 20, 21, 22 അധ്യായങ്ങൾ. വൈകുന്നേരം മർക്കോസ് 13-ാം അധ്യായം 21 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.